ഹായ് സുന്ദരീസ്, ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എല്ലാം തികഞ്ഞു, നമ്മളിനി ഹെൽത്തി ആണ്, വേറൊന്നും ഇനി നോക്കേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരു 10-15% വർക്കൗട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ബാക്കി 80-85% ഡയറ്റ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള ന്യൂട്രീഷൻസ് എല്ലാം നമുക്ക് ഫുഡിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഫുഡും അതേപോലെ വർക്കൗട്ടും ഒരു ബാലൻസ് അല്ല, ആക്ച്വലി ഫുഡാണ് ഒരു പഠിക്കെങ്കിലും മീതേക്ക് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫുഡ് മാത്രം നോക്കിയാൽ പോരെ, വർക്കൗട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, അവിടെയാണ് ട്രിക്ക്. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യും. നമ്മൾ സ്ത്രീകൾക്ക് എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ, പുരുഷന്മാർക്കും അതെ. ഇപ്പം എൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സ്ത്രീകളുടെ കാര്യം എടുത്തു പറയണമെന്ന് മാത്രം. നമുക്ക് 30 വയസ്സൊക്കെ കഴിയുമ്പോൾ മസിൽ ലോസ് ഉണ്ടാവും. മസിൽ ലോസ് ഉണ്ടാകുന്നത് നമുക്ക് ശരീരത്തിലെ പല ഭാഗങ്ങളിൽ വേദന ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നമ്മളൊന്ന് വീണാൽ അപ്പം തന്നെ എല്ല് പൊട്ടാനും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വർക്കൗട്ട് ആ രീതിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കഴിക്കുക. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മാക്സിമം നോക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഒരു റുട്ടീൻ കഴിവതും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാലും അതെല്ലാം എനിക്ക് ക്രേവിങ് ഉള്ളപ്പോൾ പൊറോട്ടയും ബീഫ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് പൊറോട്ട ഇല്ലാണ്ട് അയ്യോ എനിക്കത് പറ്റില്ല. പക്ഷെ എനിക്ക് കാപ്പി കുടിക്കുമ്പോൾ ഇത് വേണമെന്നില്ല, പഞ്ചസാര വേണമെന്നില്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് പഞ്ചസാര, വൈറ്റ് ഷുഗർ വളരെ കുറവേ എടുക്കാറുള്ളൂ. പിന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കിന്നിൽ തന്നെയാണ് കേട്ടോ. ഇവഞ്ച്വലി നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. ഈ വർക്കൗട്ടും ഡയറ്റും സ്കിൻ കെയർ റുട്ടീനും കൂടി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഹെൽത്തി സ്കിൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കാണ്ടും ഒക്കെ മീതയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവും. രാവിലെ എണീക്കുക, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോവുക. വർക്കൗട്ട് ചെയ്യുന്ന കാരണം നമ്മൾ കുറച്ചുകൂടി ഫുഡിൽ ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്യാൻ നോക്കും, കുറച്ചുകൂടി സ്കിൻ കെയർ ചെയ്യും. അങ്ങനെ നല്ലൊരു ഡിസിപ്ലിൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.